ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. മക്കളെ, ഇപ്പോൾ തന്നെ മടിക്കേണ്ട സബ്സ്ക്രൈബ് ചെയ്തോ. ഏറ്റവും പുതിയ വാർത്തകൾക്കും അതുപോലെ തന്നെ അപ്ഡേറ്റ്സുകൾക്കും ഈ ചാനൽ ഞങ്ങളുടെ കൂടെ ഉണ്ടാകും. സോ കാര്യത്തിലേക്ക് കിടക്കാം. ഗ്രേസ് മാർക്കുമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ആർക്കൊക്കെയാണ് എത്രയൊക്കെയാണ് ഗ്രേസ് മാർക്ക് കിട്ടുന്നത് ഇത് മാത്രമല്ല, നിങ്ങൾ ഇനി എന്തൊക്കെ ചെയ്യണമെന്ന് വളരെ കൃത്യവും വ്യക്തവുമായിട്ട് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോവുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും മുഴുവനായിട്ടും കാണുക. ഗ്രേസ് മാർക്കിന് അർഹതയുള്ള വിദ്യാർത്ഥികളിലേക്കും നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പ്സുകളിലേക്കും ഒക്കെ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇന്നലെ രാത്രിയോട് കൂടിയാണ് ഇത്തരം ഒരു നോട്ടിഫിക്കേഷൻ വന്നത്. അതായത് ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി, VHSC, ദെൻ നമ്മുടെ ഹയർ സെക്കൻഡറി, ഈ രീതിയിൽ അതായത് 10, 11, 12 SSLC, +1, +2 വിദ്യാർത്ഥികൾക്ക് വിവിധ തരത്തിലുള്ള ഈവന്റുകൾക്ക് പ്രൈസ് മേടിച്ചവർക്കും പങ്കെടുത്തവർക്കും ഒക്കെ എന്ത് കിട്ടും, ഗ്രേസ് മാർക്ക് കിട്ടും. അപ്പോൾ അതിന്റെ നമുക്ക് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കാം. അതിന്റെ പ്രധാനമായിട്ടും ഏതൊക്കെ മത്സരങ്ങൾക്ക് എത്ര വെച്ചാണ് കിട്ടുന്നത് എന്ന് നോക്കാം. ഇങ്ങനെ ഒന്ന് വളരെ ബ്രീഫായിട്ട് ഓട്ടിച്ച് തന്നെ പോകാം. പൊതുവിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിക്കുന്ന കായിക മത്സരങ്ങൾക്ക് 1ാം സ്ഥാനം 20 മാർക്ക്, 2ാം സ്ഥാനം 17, 3ാം സ്ഥാനം 14, 4ാം സ്ഥാനം 10, അങ്ങനെയാണ് പോകുന്നത്. അതുപോലെ തന്നെ വേറെ ഏതിനൊക്കെ ഉണ്ട് എന്ന് ചോദിച്ചാൽ സ്പോർട്സ് കൗൺസിൽ അംഗീകരിച്ച അസോസിയേഷനുകൾ നടത്തുന്ന കായിക മത്സരങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഇതുണ്ട്. കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ക്വിസ് കോമ്പറ്റീഷനുകൾ ഉണ്ട്. അതുപോലെ തന്നെ NCCക്ക് ഈ ഒരു ഗ്രേസ് മാർക്ക് ഇപ്പോൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നാഷണൽ സർവീസ് സ്കീം NSSനുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത്, നിങ്ങൾ എല്ലാവരും വിചാരിക്കുന്ന പോലെ തന്നെ നിങ്ങൾ ഒരുപാട് പേര് പങ്കെടുക്കുന്ന പോലെ തന്നെ സ്കൗട്ടുകൾക്ക് NSS ഉണ്ട്. CV രാമൻ ഉപന്യാസ മത്സരം, കേരള സ്കൂൾ കലോത്സവം, ശാസ്ത്ര കലോത്സവം, ടാലന്റ് സെർച്ച് കോമ്പറ്റീഷൻ, ദെൻ കേരള സ്കൂൾ സ്കിൽ ഫെസ്റ്റിവലിന് 19 തത്സമയ ഇനങ്ങൾക്ക്, അതിന് സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിനും ഒക്കെ ഗ്രേസ് മാർക്ക് ഉണ്ട്. അതിനെല്ലാം A ഗ്രേഡ്, B ഗ്രേഡ്, C ഗ്രേഡ് എന്ന രീതിയിലാണ്. ജൂനിയർ റെഡ് ക്രോസിനുണ്ട്. അതുപോലെ തന്നെ ലിറ്റിൽ കൈറ്റ്സിനുണ്ട്. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിന് 20 മാർക്കുണ്ട്. ദേശീയ ബാലശാസ്ത്ര കോൺഗ്രസിന് ദേശീയ തലത്തിൽ പങ്കെടുത്തവർക്കാണെങ്കിൽ 25 മാർക്കാണ്. അതുപോലെ സ്കൗട്ടിനാണ് എങ്കിൽ പങ്കാളിത്തത്തിന് 25 മാർക്കും, അത് രാഷ്ട്രപതി രാജ്യ പുരസ്കാരങ്ങളിലേക്ക് പോകുമ്പോൾ അത് കൂടുതൽ മാർക്കുകളിലേക്ക് ലഭിക്കും. ദെൻ പ്രധാനമായിട്ടും സംസ്ഥാന തലത്തിലാണ് മാർക്ക് ലഭിക്കുന്നത്. ജില്ലാതലം വരെയുള്ളതിന് പലതിനും ഇല്ല. ദെൻ അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ എന്തായാലും പറയാം. പക്ഷേ നിങ്ങൾ ഇനി ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് 9ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് മുഖേന ഗ്രേസ് മാർക്കിന് അപേക്ഷിക്കുന്നതെങ്കിൽ 10ാം ക്ലാസ്സിലെ കുറഞ്ഞത് ജില്ലാ മത്സരങ്ങളിലെങ്കിലും പങ്കെടുത്ത സർട്ടിഫിക്കറ്റ് കൂടി വേണം എന്നുള്ളതാണ്. ദെൻ സ്പോർട്സ് വിവിധ ഇനങ്ങളിലെ ഗ്രേസ് മാർക്ക് ലഭിക്കുന്നതിന് വേറെ ചില വ്യവസ്ഥകൾ കൂടിയുണ്ട്. അത് സ്പോർട്സ് കൗൺസിലുമായി ബന്ധപ്പെട്ട ഡയറക്റ്റ് സർട്ടിഫിക്കറ്റ് ആണ് ഹാജരാക്കേണ്ടത്. ഗ്രേസ് മാർക്ക് കുട്ടികൾ ഒരിക്കൽ നൽകുന്നതിനാൽ അടുത്ത തലത്തിലേക്കുള്ള അഡ്മിഷന് ഗ്രേസ് മാർക്കിന്റെ വീണ്ടും അധികമായ അടിസ്ഥാനത്തിൽ ഇൻഡെക്സ് മാർക്ക് നൽകുന്നതല്ല. അതായത് ഈ ഒരു പരീക്ഷയ്ക്ക് കൺസിഡർ ചെയ്യുന്നതുകൊണ്ട് ബോണസ് മാർക്കിന് അത് കൺസിഡർ ചെയ്യുന്നതല്ല എന്നുകൂടി അവർ പറഞ്ഞിട്ടുണ്ട്. സോ സ്കൂളുകൾ വഴി അത് എന്തായാലും നിങ്ങളുടെ മുന്നിലേക്ക് കൃത്യമായിട്ട് അതിന്റെ മാർഗനിർദ്ദേശങ്ങൾ എത്തും. സോ ഇതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അടങ്ങുന്ന ഇതിന്റെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ചേർക്കാം. നിങ്ങൾ അതിൽ പോയി വായിച്ചു നോക്കി കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അടുത്തത് എന്താണ് ചെയ്യേണ്ടത്. ഗ്രേസ് മാർക്ക് ഉള്ള ആരും തന്നെ ഇത് നഷ്ടപ്പെടുത്തരുത്. അർഹതപ്പെട്ട എല്ലാവരും എന്ത് ചെയ്യുക, കൃത്യമായിട്ടുള്ള സമയത്തിനുള്ളിൽ ഏതിനൊക്കെയാണ് ആപ്ലിക്കബിൾ ആണ് എന്ന് നോക്കിയിട്ട് അപേക്ഷിക്കുക. നിങ്ങളുടെ എക്സാമിന് അത് വളരെ വലിയൊരു മുതൽക്കൂട്ടാണ് എന്നുകൂടി മനസ്സിലാക്കുക. എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. തൽക്കാലം നിർത്തുന്നു. Bye.